വെൽക്കം ബാക്ക് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓട്ടോകാഡ് ഇൻ്റർഫേസ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സും നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ ഓട്ടോകാഡിൽ എങ്ങനെയാണ് ഒരു 2D ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഓട്ടോകാഡിൽ വരയ്ക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഓട്ടോകാഡിലൊരു ഡ്രോയിങ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് 3 കാര്യങ്ങൾ ചെയ്തതിന് മാത്രം ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ചെയ്ത് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രോയിങ് ക്യാൻവാസ് അല്ലെങ്കിൽ വർക്ക് സ്പേസിൽ എന്ത് തന്നെ വരച്ചാലും അതിൻ്റേതായ പോരായ്മകൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തേത് യൂണിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യൂണിറ്റ് സെറ്റ് ചെയ്യുക ആദ്യം. എന്തിനാണ് യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു ഡയമെൻഷൻ സെൻറ്റിമീറ്ററിലോ മീറ്ററിലോ ആയിരിക്കും. നമ്മുടെ ഓട്ടോകാഡിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓട്ടോകാഡ് സ്കെയിൽ ചെയ്യുന്നത്, അതിൻ്റെ ഡിഫോൾട്ട് സ്കെയിലിംഗ് വാല്യൂ എന്ന് പറയുന്നത് ഇഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ഓട്ടോകാഡ് പ്ലോട്ട് ചെയ്യുന്ന വാല്യൂവും തമ്മിൽ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ആദ്യം യൂണിറ്റ് സെറ്റ് ചെയ്യുക. രണ്ടാമത്തേത് ഡ്രോയിങ് ലിമിറ്റ് സെറ്റ് ചെയ്യുക. ഡ്രോയിങ് ലിമിറ്റ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ആ പ്ലോട്ടിങ് ഏരിയ, എത്ര പ്ലോട്ട് ഏരിയയിലാണ് നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എത്ര ഏരിയക്കകത്ത് നമ്മുടെ പ്ലോട്ട് നിൽക്കണം എന്നുള്ളത് ഫിക്സ് ചെയ്യുന്ന ആ ഒരു കമാൻഡാണ് ഡ്രോയിങ് ലിമിറ്റ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. മൂന്നാമത്, നമ്മൾ ഈ വരയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് വിസിബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, സൂമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സൂം എന്ന കമാൻഡ് യൂസ് ചെയ്യും. ഈ 3 കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഡ്രോയിങ് വരച്ച് തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓട്ടോകാഡ് ഏതൊരു 2D ഡ്രോയിങ് അല്ലെങ്കിൽ ഏതൊരു പ്ലാൻ വരയ്ക്കണമെങ്കിൽ പോലും നമ്മൾ ആദ്യം എന്ത് ചെയ്തിരിക്കണം? ഓട്ടോകാഡ് ഓപ്പൺ ആക്കണം. ഓൾറെഡി സ്ക്രീനിൽ ഓട്ടോകാഡിൻ്റെ സ്ക്രീൻ ഓപ്പൺ ആണ്. നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു 2D റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ പ്ലാനാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ 2D പ്ലാനാണ് നമ്മളിന്ന് ഓട്ടോകാഡിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ യൂണിറ്റ്സ് എല്ലാം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ മീറ്ററിൽ സെറ്റ് ചെയ്യുക. നമുക്ക് ഏത് യൂണിറ്റിലാണോ ഡയമെൻഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ആ യൂണിറ്റ് തന്നെ ഓട്ടോകാഡിലും സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഒരു ബെഡ്റൂം, ഒരു ലിവിങ് റൂം, ഒരു കിച്ചൺ, ഒരു സിറ്റ് ഔട്ട്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രോയിങ് 2D ഡ്രോയിങ് പ്ലാനാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്ലാനാണ് നമ്മളിന്ന് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ഡ്രോയിങ് ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ ഓട്ടോകാഡ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒരിക്കൽ കൂടെ പറയാം. യൂണിറ്റ് സെറ്റ് ചെയ്യുക, ലിമിറ്റ് സെറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് എന്താ സെറ്റ് ചെയ്യേണ്ടത്? സൂം ഓൾ സെറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഡ്രോയിങ് വരച്ച് തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രോയിങ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓട്ടോകാഡ് സ്ക്രീൻ വിസിബിൾ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓട്ടോകാഡ് സ്ക്രീൻ വിസിബിൾ ആണ്.
അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ യൂണിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് ബോക്സിൽ പോയിട്ട് ജസ്റ്റ് യൂണിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. യൂണിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഡ്രോയിങ് യൂണിറ്റ്സിൻ്റെ ഡയലോഗ് ബോക്സ് വരും. അതിൽ ഇൻസെർഷൻ സ്കെയിൽ യൂണിറ്റ് ടു ബി സ്കെയിൽ ഇൻസേർട്ടഡ് കണ്ടന്റ്, അതായത് നമ്മൾ ഏത് യൂണിറ്റിലാണ് എൻ്റർ ചെയ്യുന്നത്, ഡയമെൻഷൻസ് എൻ്റർ ചെയ്യുന്നത്, ആ യൂണിറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ മീറ്ററിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രോയിങ്ങിൽ മീറ്ററിലാണ് ഡയമെൻഷൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മീറ്റർ സെറ്റ് ചെയ്തു, ഓക്കെ കൊടുത്തു. രണ്ടാമത് ഡ്രോയിങ് ലിമിറ്റ് സെറ്റ് ചെയ്യുക. ഡ്രോയിങ് ലിമിറ്റ് ജസ്റ്റ് കമാൻഡ് ബോക്സിൽ ഡ്രോയിങ് ലിമിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഡ്രോയിങ് ലിമിറ്റ് അല്ല, കമാൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ ലിമിറ്റ്സ് എന്ന് കൊടുക്കണം. ഓക്കെ, കമാൻഡ് ആക്ച്വൽ പറയുന്ന ഡ്രോയിങ് ലിമിറ്റ് സെറ്റ് ചെയ്യാമെന്നാണെങ്കിലും നമ്മൾ ജസ്റ്റ് കമാൻഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ്സ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് സെറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ലിമിറ്റ്സ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഡ്രോയിങ് ലിമിറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്പേസ് കൊടുക്കാൻ ശ്രമിക്കരുത്. കമാൻഡ് ലിമിറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് സെറ്റ് ചെയ്തു, ലിമിറ്റ് കമാൻഡ് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്യുന്ന സമയത്ത് സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ ഓൺ ഓഫ് 0,0 എന്ന് പറയും കൊടുത്തിട്ടുണ്ട്. അതായത് ഡ്രോയിങ്ങിൻ്റെ ആ ലിമിറ്റിൻ്റെ ലോവർ ലെഫ്റ്റ് കോർഡിനേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലോവർ ലെഫ്റ്റ് കോർണർ എപ്പോഴും 0,0 തന്നെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ വേറെ വാല്യൂസിനൊന്നും മാറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്നും തന്നെ എൻ്റർ ചെയ്യുന്നില്ല. കമാൻഡ് ബോക്സിൽ ഞാൻ ഒന്നും തന്നെ എൻ്റർ ചെയ്യുന്നില്ല, 0,0 തന്നെ കൊടുത്ത് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്ന സമയത്ത് അപ്പർ റൈറ്റ് കോർണർ ചോദിക്കുന്നുണ്ട്. അപ്പർ റൈറ്റ് കോർണർ അതിൽ 12,9 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ചെറിയൊരു സ്പേസ് ആയിരിക്കും ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് നിൽക്കത്തുള്ളൂ. ഞാൻ സാധാരണ ഇപ്പോൾ ഡ്രോയിങ് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഞാൻ നോർമലി സെറ്റ് ചെയ്യുന്നത് 1000,1000 ആണ് റൈറ്റ് കോർണർ സെറ്റ് ചെയ്യുന്നത്. ലോവർ ലെഫ്റ്റ് കോർണർ നിർബന്ധമായിട്ടും എപ്പോഴും 0,0 തന്നെ സെറ്റ് ചെയ്യുക. അപ്പർ റൈറ്റ് കോർണർ എന്ത് സെറ്റ് ചെയ്യുക, 1000,1000 നിങ്ങൾക്ക് കൺവീനിയൻ്റ് ഏതാണോ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 1000,1000 ആണ് സെറ്റ് ചെയ്യുന്നത്, കൊടുത്തു എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ചെയ്തു, യൂണിറ്റ് സെറ്റ് ചെയ്തു, ലിമിറ്റ് സെറ്റ് ചെയ്തു. മൂന്നാമത്തേത് സൂമാണ്. അപ്പോൾ സൂം എന്ന് കമാൻഡ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ താഴെ കമാൻഡ് ബോക്സിൽ കുറച്ചധികം ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. യൂണിറ്റ് സെറ്റ് ചെയ്തു, ലിമിറ്റ് സെറ്റ് ചെയ്തു, സൂം കൊടുത്തു. ഇനി നമുക്ക് ഡ്രോയിങ് വരച്ചു തുടങ്ങാം. ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഡ്രോയിങ് ടൂൾസിൽ നമുക്ക് ഒന്നിലധികം ചോയ്സുകളുണ്ട്. ഓക്കെ, ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കാം, പോളി ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കാം, അല്ലാതെ ഇത് ജസ്റ്റ് പുൾ ഡൗൺ ചെയ്യുമ്പോൾ കാണുന്ന കൺസ്ട്രക്ഷൻ ലൈൻ ഉപയോഗിച്ച് വരയ്ക്കാം, റേ ഉപയോഗിച്ച് വരയ്ക്കാം. ഞാൻ നോർമലി പ്രിഫർ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ലൈനാണ്. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആ ടൂൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കാം. ഞാനിപ്പോൾ കൺസ്ട്രക്ഷൻ ലൈനാണ് എടുക്കുന്നത്. കൺസ്ട്രക്ഷൻ ലൈൻ എടുക്കുന്ന സമയത്ത് എന്താണ്, സ്പെസിഫൈ എ പോയിന്റ്, അതായത് ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്യണം. ഡ്രോയിങ്ങിൻ്റെ ആ ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്യണം. ഈ കൺസ്ട്രക്ഷൻ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ഇൻഫിനിറ്റ് ലെങ്ത് ഓഫ് ലൈനാണ് ഒറ്റ ക്ലിക്കിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കണ്ടോ, ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ലൈനിൻ്റെ ആ ഒരു ഇത് എന്താണ് കറക്റ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഇൻഫിനിറ്റീവ് ലെങ്ത് ഉള്ള ഒരു ലൈനാണ് കൺസ്ട്രക്ഷൻ ലൈനിൽ ഒറ്റ ക്ലിക്കിൽ ജനറേറ്റ് ആയി വരുന്നത്. നമ്മൾ പ്ലാൻ വരയ്ക്കാൻ എപ്പോഴും നമ്മുടെ പ്ലാനിൽ ഒരിക്കലും ഇൻക്ലൈൻഡ് ലൈൻസ് വരില്ല, എപ്പോഴും
സ്ട്രെയിറ്റ് ലൈൻ, ഒന്നെങ്കിൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ. ഒന്നെങ്കിൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും നമ്മുടെ പ്ലാനിൽ എപ്പോഴും വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈനൊന്നും കിട്ടുന്നില്ല. പേടിക്കേണ്ട. ജസ്റ്റ് ഇവിടെ താഴോട്ട് വരുമ്പോൾ, നമ്മുടെ ടാസ്ക് ബാറിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഓർത്തോ മോഡ്, റെസ്ട്രിക്ട് കർസർ ഓർത്തോഗണലി എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്, ഓർത്തോ മോഡ്. അതിൻ്റെ കീബോർഡ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് F8 ആണ്. ജസ്റ്റ് ആ ബട്ടൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് കണ്ടോ, നമ്മുടെ ലൈൻ എപ്പോഴും ഓർത്തോഗണലായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, ഒന്നെങ്കിൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ. ഞാൻ ഫസ്റ്റ് നമ്മുടെ പ്ലാനിൽ വരുന്ന വെർട്ടിക്കൽ ലൈൻ വരച്ചു, ദെൻ ഒരു ഹൊറിസോണ്ടൽ ലൈനും വരച്ചു. അതിനുശേഷം ഞാൻ എൻ്റർ ചെയ്തു. ഓക്കെ, ഒരു വെർട്ടിക്കൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും അതിൽ വരുന്ന ഒന്നെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് ഫുള്ള് വരച്ച് തീർക്കുക, അതിനുശേഷം മാത്രം ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക. ഓക്കെ, ആ പ്ലാൻ കൃത്യമായിട്ട് സ്ക്രീനിൽ കാണുന്ന പ്ലാൻ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിൽ ഫസ്റ്റ് വെർട്ടിക്കൽ ലൈൻസ് ഫുൾ ആദ്യം വരയ്ക്കുക, അതിനുശേഷം ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക. ഓക്കെ, നമുക്കിപ്പോൾ വാൾ തിക്നെസ് കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ലൈൻ, ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ആ പ്ലാനിൽ ഏറ്റവും, ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡ്, ആ പ്ലാനിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ആ ഒരു വോളിൻ്റെ ഔട്ടർ സർഫസ് ആണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ലൈൻ. ഈ താഴെ കാണുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന വോളിൻ്റെ ഔട്ടർ സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് ഇനി വാൾ തിക്നെസ് ആഡ് ചെയ്യണം. വാൾ തിക്നെസ് കൊടുത്ത് ഇപ്പോൾ നമുക്ക് അതിലിപ്പോൾ 20 സെൻറ്റിമീറ്ററാണ് വാൾ തിക്നെസ് വരുന്നത്. റൂം സൈസ് 3 മീറ്ററാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വരുന്നത്. ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് അടുത്ത ലൈൻ വരാനുള്ളത് 20 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത ലൈൻ വരേണ്ടത്. ഈ മീറ്ററാണ് യൂണിറ്റ് സെറ്റ് ചെയ്ത് 20 മീറ്റർ എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 0.2 മീറ്ററാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഓഫ്സെറ്റ് ടൂളുണ്ട്. ഓഫ്സെറ്റ് പാരലൽ ലൈൻസ് വരയ്ക്കാനാണ് ഓഫ്സെറ്റ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇതിന് ഈ ഒരു ലൈനിന് പാരലായിട്ടാണ് വരയ്ക്കാവുള്ളത്. ഞാൻ ജസ്റ്റ് ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ചോദിക്കുന്നുണ്ട്. എനിക്ക് അവിടെ വാൾ തിക്നെസ് ആണ് കൊടുക്കാനുള്ളത്. വാൾ തിക്നെസ് 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.2 മീറ്ററാണ്. ഞാൻ യൂണിറ്റ് മീറ്ററിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റർ ചെയ്യുന്ന ഡയമെൻഷൻസ് എല്ലാം മീറ്ററിൽ കൊടുക്കുന്നത്. 0.2 മീറ്റർ കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്നു. എങ്ങോട്ടാണ് കൊടുക്കുന്നത്, റൈറ്റ് സൈഡിലും കൊടുക്കാം, ലെഫ്റ്റ് സൈഡിലും കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് വലിയ മാറ്റമൊന്നും കാണുന്നില്ല, കാരണം ഞാൻ നേരത്തെ ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് കാണിച്ച സമയത്ത് നല്ല രീതിയിൽ സൂം ഔട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാത്തത്. ഓക്കെ, ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ സൂം ചെയ്ത് വെച്ചു. കറക്റ്റ് സൂമിങ് ആക്കിയപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ആ ഗ്യാപ്പ് അറിയാൻ പറ്റും. ഒന്നെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡിൽ ഓഫ്സെറ്റ് 20 സെൻറ്റിമീറ്റർ കൊടുത്തു, അതായത് വാൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. അടുത്ത് ആ ലീവിങ് റൂം, അതിൻ്റെ ആ ഹൊറിസോണ്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. പ്ലാന് നിങ്ങൾ ശ്രദ്ധിക്കുക, ആ പ്ലാനിൽ 3 മീറ്റർ. വീണ്ടും ഇപ്പോൾ ഓൾറെഡി ഓഫ്സെറ്റ് കമാൻഡ് സെലക്ട് ആണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് ജസ്റ്റ് കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക, എൻ്റർ കീ 2 പ്രാവശ്യം പ്രസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും ആ ഡിസ്റ്റൻസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും ഓഫ്സെറ്റ് എടുക്കുക, എന്നിട്ട് എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞാണോ അടുത്ത ലൈൻ വരേണ്ടത് ആ ഡിസ്റ്റൻസ് എൻ്റർ ചെയ്യുക. എനിക്കിപ്പോൾ അടുത്ത് 3 മീറ്റർ കഴിഞ്ഞാൽ മതി അടുത്ത ലൈൻ. ഇപ്പോൾ ഞാൻ 3 കൊടുത്തു, എൻ്റർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഏത് ലൈനാണ് നിന്ന് ഏത് സർഫസിൽ നിന്നാണോ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് വരേണ്ടത്, പാരലൽ ലൈൻ വരേണ്ടത്, ആ ലൈൻ ക്ലിക്ക് ചെയ്തു. റൈറ്റ് സൈഡിലാണ് കൊടുക്കേണ്ടത്, റൈറ്റ് സൈഡിലോട്ട് പോയിൻ്റർ നീക്കി ക്ലിക്ക് ചെയ്തു.
റൈറ്റ് സൈഡിൽ അവിടെ ലൈൻ ജനറേറ്റ് ചെയ്യും. ഇതാണെങ്കിൽ വീണ്ടും എന്താണ് 20 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് വരേണ്ടത്. 2 പ്രാവശ്യം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് എൻ്റർ ചെയ്യേണ്ട ആ ഒരു കമാൻഡ് വരും. അവിടെ ഞാൻ വീണ്ടും 0.2 എൻ്റർ ചെയ്യുന്നു. ലൈൻ ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് വെച്ച് വീണ്ടും അവിടെ വോൾ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും എൻ്റർ ചെയ്ത് ഡബിൾ എൻ്റർ കൊടുക്കുന്ന സമയത്ത് വീണ്ടും ഡയമെൻഷൻ മാറ്റി ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നു. എനിക്ക് അടുത്ത് വീണ്ടും 3 മീറ്റർ കഴിഞ്ഞിട്ട് തന്നെയാണ് ഇവർ അല്ലെങ്കിൽ സർഫസ് വോളിൻ്റെ സർഫസ് വരുന്നത്. 3 എൻ്റർ ചെയ്തു റൈറ്റ് സൈഡിലോട്ട്. ഓക്കെ, റൈറ്റ് സൈഡിലോട്ട് 3 മീറ്റർ കൊടുത്തു. വീണ്ടും 2 പ്രാവശ്യം ഓഫ്സെറ്റ് 2 ഡബിൾ എൻ്റർ ചെയ്യുമ്പോൾ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. വീണ്ടും 0.2 എൻ്റർ ചെയ്യുന്നു, റൈറ്റ് സൈഡിലോട്ട് കൊടുക്കുന്നു. ഇത്രയും ചെയ്തപ്പോൾ ആ പ്ലാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള ആ വെർട്ടിക്കൽ വോൾസ്, വെർട്ടിക്കലായിട്ട് 3 വോളുകളാണുള്ളത്. ആ 3 വോളിനും വേണ്ട ലൈൻസ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് ഹൊറിസോണ്ടൽ വോൾസിന് വേണ്ടിയിട്ടുള്ള ലൈൻസാണ്. അപ്പോൾ നമുക്ക് അവിടെ സിറ്റ് ഔട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അവിടെ ഒരു കോളം വരുന്നുണ്ട്. കോളം 20x20 ആണ്. ഈ സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറയുന്നത് 3.2/1.5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഓഫ്സെറ്റ് എടുക്കുക. നമ്മളടുത്ത് ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മുകളിലോട്ടാണ് അടുത്ത ലൈൻ വരാനുള്ളത്? 1.5 ആണ്. അപ്പോൾ ഓഫ്സെറ്റ് എടുത്ത് 1.5 എൻ്റർ ചെയ്തു. ഇവിടെ നിന്ന് 1.5 ആണ് എനിക്ക് വേണ്ടത്. ആ 1.5 ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. അടുത്തെനിക്ക് 0.2 കഴിഞ്ഞാണ് അടുത്തെന്ത് കിട്ടാനുള്ളത്, ലൈൻ വരാനുള്ളത്. അപ്പോൾ വീണ്ടും ഞാൻ ഡബിൾ എൻ്റർ ചെയ്യുന്നു, 0.2 കൊടുത്ത് എൻ്റർ ചെയ്യുന്നു. ദെൻ ക്ലിക്ക് ചെയ്യുന്നു. മുകളിലോട്ടാണ് എനിക്ക് വരാനുള്ളത്, ഞാൻ മുകളിൽ വെച്ച് ക്ലിക്ക് ചെയ്തു. എഗെയിൻ ഡബിൾ എൻ്റർ ചെയ്യുന്നു. അടുത്തെനിക്ക് 3 മീറ്റർ കഴിഞ്ഞാണ് 3.8 മീറ്റർ എവിടെ നിന്നാണ്, ഈ ലൈനിൽ നിന്നാണ്. ഇപ്പോൾ സിറ്റ് ഔട്ട് 1.5 മീറ്ററേ ഉള്ളൂ. പക്ഷേ ബെഡ്റൂം എന്ന് പറയുന്നത് 3x380 ആണ്. അതായത് ഇവിടെ നമുക്കൊരു വോൾ തിക്നെസ് ഫസ്റ്റ് കൊടുക്കണം. ഇവിടെ ഒരു വോൾ തിക്നെസ് ഫസ്റ്റ് നമുക്ക് കൊടുക്കണം. ആ വോൾ തിക്നെസ് കൊടുത്തതിന് ശേഷം ആ വോളിൻ്റെ ഇന്നർ സൈഡിൽ നിന്ന് 3.8 മീറ്റർ വീണ്ടും കൊടുക്കുക. അപ്പോൾ ഡബിൾ എൻ്റർ ചെയ്യുന്നു, 3.8 എൻ്റർ ചെയ്യുന്നു. വോളിൻ്റെ ഇന്നർ ലൈൻ ക്ലിക്ക് ചെയ്ത് മുകളിലോട്ട് 3.8 കൊടുക്കുന്നു. അടുത്തെനിക്ക് ഇവിടെ വോൾ തിക്നെസ് കൊടുക്കണം, 0.2 എൻ്റർ ചെയ്യുന്നു, മുകളിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, അടുത്ത് ഇനി നമുക്ക് നോക്കാനുള്ളത് അവിടെ ലിവിങ് റൂമുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു കൺഫ്യൂഷനായി കാണും. അപ്പോൾ ഒന്നിലധികം ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കുറച്ച് എളുപ്പ ലോജിക്കായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ എന്തായി, സിറ്റ് ഔട്ടായി. ഇവിടെ ഇത്രയും പോർഷനാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. അടുത്തതിൻ്റെ മുകളിൽ എന്തുണ്ട്, കിച്ചണുണ്ട്. ആ കിച്ചൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് 3x3 തന്നെയാണ്. അപ്പോൾ ഡബിൾ എൻ്റർ ചെയ്ത് 3 കൊടുത്തു, ഓഫ്സെറ്റ് വാല്യൂ കൊടുത്തു. എവിടെ നിന്നാണോ 3 മീറ്റർ ഡിസ്റ്റൻസ് വരാനുള്ളത് അവിടെ കൊടുക്കുക. വീണ്ടും ഡബിൾ എൻ്റർ ചെയ്യുന്നു, 0.2 കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു, അവിടെ വോള് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ലിവിങ് റൂം സെറ്റ് ചെയ്യണം. ലിവിങ് റൂം ഇത് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഇന്നർ വോൾ സർഫസ് ആണ്. ഇവിടെ നിന്ന് 380 മുകളിലോട്ടാണ് ലിവിങ് റൂമിൻ്റെ
ഹൈറ്റ് അവിടെ നമുക്ക് കൊടുക്കാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 380 ആണ്. ഇവിടെ നിന്നാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഡബിൾ എൻ്റെ 3.8 എൻ്റർ ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് മുകളിലോട്ട് 3.82 കൊടുക്കുന്നു. ഡബിൾ എൻ്റർ ചെയ്യുന്നു. അവിടെ വോൾ തിക്നെസ് ക്രിയേറ്റ് ചെയ്യുന്നു. 0.2 കൊടുത്ത് മുകളിലോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിൽ അനാവശ്യമായിട്ട് നമുക്കിപ്പോൾ കുറച്ചധികം ലൈൻസ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത, അതായത് അനാവശ്യമായിട്ടുള്ള കുറേ ലൈൻസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റാൻ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിം ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രിം കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ മോഡിഫൈങ് ടൂൾ ബോറിൽ ടോപ്പിലെന്ന് മൂന്നാമത് ലെഫ്റ്റിലെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൂന്നാമത് വരുന്ന ടൂൾ ട്രിം, അതിലൊരു പുൾ ഡൗൺ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അതിന് പുൾ ഡൗൺ ചെയ്യുമ്പോൾ എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ട്രിമ്മാണ് നമുക്ക് ആവശ്യം. ട്രിം ടൂൾ എടുത്തിട്ട് ഉടനെ ട്രിം ചെയ്യരുത്. സെലക്ട് ഒബ്ജക്ട്സ് എന്ന് പറയുന്നുണ്ട്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിലരൊക്കെ സെലക്ട് ചെയ്യുന്ന പ്രവണതയൊക്കെ കണ്ടിട്ടുണ്ട്. സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ട്രിം ടൂൾ എടുക്കുക, സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ട്രിം ടൂൾ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ട്രിം ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ട്രിം കമാൻഡ് ബോക്സിൽ ട്രിം എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈങ് ടൂൾ ബോറിൽ നിന്ന് ട്രിം ടൂൾ ഡയറക്റ്റായിട്ട് എടുത്ത് എൻ്റർ ചെയ്യുക. ചെയ്തതിന് ശേഷം ഏതൊക്കെ ലൈൻസ് ആണോ കട്ട് ചെയ്യേണ്ടത് ആ ലൈൻസ് കട്ട് ചെയ്യാം. ഇപ്പോൾ അത് പറയുമ്പോഴാണ് വേറൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയത്. ഇതിലിപ്പോൾ നമുക്ക് 2 സെലക്ഷൻ വിൻഡോസാണ് വരുന്നത്. ഗ്രീൻ സെലക്ഷൻ വിൻഡോസ്, അതായത് നമ്മൾ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ടോപ്പ് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ, ലെഫ്റ്റ് ടോപ്പ് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ സെലക്ഷൻ ഗ്രീൻ കളറിലായിരിക്കും വരുന്നത്. എന്നാൽ നമ്മൾ റൈറ്റ് ബോട്ടം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ബ്ലൂ വിൻഡോ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഗ്രീൻ കളറിൽ വരുന്നതിന് ഗ്രീൻ സെലക്ഷൻ വിൻഡോയും ബ്ലൂ കളറിൽ വരുന്ന ബ്ലൂ സെലക്ഷൻ വിൻഡോ ആണ്. അപ്പോൾ ഞാൻ ഒരു സംഭവം ഇത് കാണിച്ച് തരാം, നോക്കാം. ഇപ്പം ജസ്റ്റ് ഗ്രീൻ സെലക്ഷൻ വിൻഡോ യൂസ് ചെയ്തത് 2 ലൈൻ സെലക്ട് ചെയ്തു. ഓക്കെ നിങ്ങൾ വിചാരിക്കും ഓക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ സെലക്ഷൻ വിൻഡോ എന്ന് പറയുമ്പോൾ സെലക്ഷനാണ്, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്ലൂ സെലക്ഷൻ വിൻഡോ എന്തിനാണ്? രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? ഗ്രീൻ സെലക്ഷൻ വിൻഡോ ആണ് വരുന്നത്. അപ്പോൾ ഗ്രീൻ സെലക്ഷൻ നമുക്ക് വിൻഡോ യൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ചെറിയൊരു പോർഷൻ ആ സെലക്ഷനിൽ ടച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. എന്നാൽ ബ്ലൂ സെലക്ഷൻ വിൻഡോ ആണെങ്കിൽ നോക്കിയാൽ, അതായത് ആ സെലക്ഷൻ വിൻഡോയ്ക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒബ്ജക്റ്റുകൾ മാത്രമേ ബ്ലൂ സെലക്ഷൻ വിൻഡോ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 2 സെലക്ഷൻ വിൻഡോസ് പറഞ്ഞിരിക്കുക. ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അകത്ത് വരുമ്പോൾ വരുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ ബ്ലൂവും, ജസ്റ്റ് ടച്ച് ചെയ്ത് സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ സെലക്ഷൻ വിൻഡോ ഉപയോഗിച്ച് ചെയ്യുക. നമ്മളിപ്പോൾ ട്രിമ്മിൻ്റെ കാര്യമാണ് പറയുമ്പോൾ നമ്മൾ ട്രിം ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈങ് ടൂൾ ബോറിൽ നിന്ന് ട്രിം എടുത്തു, എന്നിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ട്രിം ചെയ്ത് മാറ്റാനുള്ള ലൈൻസ് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പം തന്നെ അതവിടെ ട്രിമ്മായിട്ട് വരും. ഓക്കെ, ഈ പോർഷൻ എന്ന് പറയുന്നത് അവിടെ പ്ലാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ആ ഒരു പ്രൊജക്ഷനാണ്. കിച്ചൺ കുറച്ച് പുറത്തോട്ട് പ്രൊജക്റ്റായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അപ്പോൾ വോൾ തിക്നെസ് അവിടെ ആവശ്യമില്ല, അവിടെ നമ്മൾ കട്ട് ചെയ്തു. പിന്നെ ഈ വോളാണല്ലോ, അപ്പോൾ അതിനുള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ട്രിം ടൂൾ യൂസ് ചെയ്ത് മൊത്തത്തിൽ ട്രിം ചെയ്യുക. ട്രിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ സൂം ചെയ്ത്
കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ട്രിം ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ട്രിം ചെയ്യണം. ഓക്കെ, ട്രിം ചെയ്തു. എന്നാലും ഇതിലിപ്പോൾ കുറച്ച് അനാവശ്യമായിട്ടുള്ള ലൈൻസ് ഉണ്ട്. അതേതൊക്കെയാണ്? ഈ 2 ലൈൻസ് നമുക്ക് അനാവശ്യമില്ല. കാരണം അത് നമ്മൾ ഓഫ്സെറ്റ് എടുത്ത സമയത്ത് നമ്മുടെ ആ ബെഡ്റൂമിൻ്റെ ആ ഒരു വോള് കണ്ടിന്യൂഷനായിട്ട് വന്ന ലൈനാണത്. അപ്പോൾ നമ്മൾ ആ ലൈൻ ഡിലീറ്റ് ചെയ്തു. അതുപോലെ ഈ ലൈനും ഈ വോളിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വന്നതാണ്. അത് നമുക്ക് അവിടെ ആവശ്യമില്ല, അവിടെ കിച്ചനാണ്. അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാതെയാണ് നമ്മൾ അത് ട്രിം ചെയ്ത് മാറ്റിയത്. ഈ ട്രിം ചെയ്ത് മാറ്റിയപ്പോൾ അവിടെ ഗ്യാപ്പ് വന്നു. അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എക്സ്റ്റെൻഡ് എടുക്കുക. ഒരു ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ടൂൾ, മോഡിഫൈയിങ് ടൂൾ ബാർ എന്ന് എക്സ്റ്റെൻഡ് ടൂൾ എടുക്കുക, എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ശേഷം ഏത് ലൈനാണോ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ആ ലൈനിൽ ജസ്റ്റ് പോയിൻ്റർ കൊണ്ടുപോവുക. പോയിൻ്റർ കൊണ്ടുപോകുമ്പോൾ ജസ്റ്റ് ഒരു ഡോട്ടഡ് ലൈൻ കാണിക്കും. ആ ടൈമിൽ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, മൗസ് കൊണ്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലൈൻ എന്തായി? ജോയിൻ, അതായത് എക്സ്റ്റെൻഡ് ആയി ഒറ്റ ലൈനായിട്ട് മാറും. ഓക്കെ, ഇവിടെ വരുന്ന സമയത്ത് കണ്ടല്ലോ, ആ ലൈനിൽ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ഡോട്ടഡ് ലൈൻ കാണിക്കും. ക്ലിക്ക് ചെയ്യുക. ഇതും അതുപോലെ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യേണ്ട എല്ലാ ലൈൻസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയും. എന്നാലും കുറച്ച് ലൈൻസ് വീണ്ടും നമുക്ക് കളയാനായിട്ടുണ്ട്. ഈ ലൈൻസ് നമുക്ക് കളയണം. അത് നമ്മൾ സെലക്ട് ചെയ്തു. കീബോർഡിൽ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ലൈൻ ഡിലീറ്റാം. പിന്നെ അവിടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എക്സ്റ്റെൻഡ് എടുക്കുക, എൻ്റർ ചെയ്യുക, എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായി? ആ ലൈൻ എക്സ്റ്റെൻഡ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ വോൾ കൺസ്ട്രക്ഷൻ ഫുൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇവിടെ ഒരു സ്ക്വയർ നമുക്ക് ആവശ്യമില്ല. ആ സെലക്ട് ചെയ്യുന്നു, കീബോർഡിൽ ഡിലീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അത് ഡിലീറ്റ് ആയി പോകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇതിലിനി ഡോറ്, വിൻഡോ കൊടുക്കുക. ഇത് നമ്മുടെ ഡോർ സൈസ്, ഫ്രണ്ട് ഡോർ വന്നിട്ട് 1/2.1 ആണ്. ബാക്കി ഡോറുകളെല്ലാം 0.9/2.1 ആണ്. ഫ്രണ്ട് ഡോർ എന്താണ്? 1 മീറ്റർ വിട്ടാണ് വരുന്നത്. ഹൈറ്റ് 210. നമ്മുടെ പ്ലാനിൽ ഒരിക്കലും ഹൈറ്റ് കാണിക്കാൻ പറ്റത്തില്ല, വിഡ്ത്ത് മാത്രമേ കാണിക്കാൻ പറ്റൂ. അപ്പോൾ ഡോറിൻ്റെ കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാനിൽ ജസ്റ്റ് കട്ട് ചെയ്ത് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളൊക്കെ വലിയ വലിയ കമ്പനികളിലും ഒക്കെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പ്രൊഫഷണൽ ആവേണ്ട കാര്യമുണ്ട്. കുറച്ചുകൂടെ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഡോറിൻ്റെ സിമ്പിൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ഓട്ടോകാഡ് നമുക്ക് ഡോറിൻ്റെയും വിൻഡോയുടെയൊക്കെ സിമ്പിൾസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഡോർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വ്യൂ ടാബിലോട്ട് പോവാം. ഓക്കെ, സോറി, വ്യൂ ടാബിലോട്ട് വരിക. വ്യൂ ടാബിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ടൂൾ പലറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ആ ടൂൾ പലറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ടൂൾ പലറ്റ്സ് ബോക്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിലോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ, ഒരു ബോക്സ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ടൂൾ പലറ്റ്സ്. ഇതിലിവിടെ മോഡലിംഗ്, കൺസ്ട്രക്ട്, അനോട്ടേഷൻ, ആർക്കിടെക്ചർ, മെക്കാനിക്കൽ എന്നൊക്കെ പറയും. കുറച്ചധികം ടാബ്സ് അതിൽ വീണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ആർക്കിടെക്ചർ, ഡോറൊക്കെ വരുന്ന ആർക്കിടെക്ചറിലാണ്. ഓക്കെ,
ഇപ്പോൾ ഡോറ് മെട്രിക്, നമ്മൾ മെട്രിക് സിസ്റ്റത്തിലാണ്, മീറ്ററൊക്കെ മെട്രിക് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെട്രിക് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെട്രിക്കിൽ ഓപ്ഷൻ മെട്രിക് സാമ്പിൾസിലാണ് ഡോർ മെട്രിക് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡോറാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോർ മെട്രിക്കിലൊന്ന് ഡോർ എടുക്കുന്നു. അപ്പോൾ നമ്മുടെ പോയിൻ്റിലൊരു ഡോർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ബേസ് പോയിൻ്റൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡോറ് വേണ്ട, നമ്മൾ ജസ്റ്റ് ഡയറക്ഷനിൽ കൊണ്ടുവയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡോർ എവിടെയാണ് കൊണ്ടുവയ്ക്കേണ്ടുന്നത് അവിടെയൊക്കെ ഇവിടെ നിന്ന് ഒരു ഡോർ എടുത്ത് കൊണ്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഡോർ എവിടെയൊക്കെ കൊടുക്കണോ അവിടെയൊക്കെ കൊണ്ട് ജസ്റ്റ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് ഡോർ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ആരോസൊക്കെ കാണാൻ പറ്റും. അതിൽ നമുക്കിതിൻ്റെ ഡയറക്ഷനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡയറക്ഷനൊക്കെ നമുക്ക് തിരിക്കാൻ പറ്റും. അതുപോലെ ഇത് എസ്കേപ്പ് ചെയ്യാണ് ഞാൻ. സെലക്ഷൻ മാറ്റാണ് കേട്ടോ. സെലക്ഷൻ മാറ്റുന്ന സമയത്താണ് ഈ ലൈന് ഓള് കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഓൾ തിക്നെസ് അവിടെ കൊടുക്കാം. ഓക്കെ, ഓൾ തിക്നെസ് ഒക്കെ നമുക്ക് അവിടെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് എടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്ഷനിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് അത് കൃത്യമായിട്ട് മൂവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ നമ്മൾ ഒരിക്കലും പുറത്തോട്ടല്ല ഡോറ് തുറക്കുന്ന, അകത്തോട്ടാണ്. അപ്പോൾ ഞാൻ ഡയറക്ഷൻ സ്വിച്ച് ചെയ്തു. സ്വിച്ച് ചെയ്ത സമയത്ത് അവിടെ അതിൻ്റെ പൊസിഷനിൽ ചെറിയൊരു മാറ്റം വന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ തിക്നെസ് ലെന്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന 1.5 കഴിഞ്ഞാൽ നമുക്ക് 0.45 വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് 1.5 വെച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മുടെ എക്സ്റ്റെൻഡ് ടൂൾ എടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം ഈ ലൈനൊന്ന് എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഇതിനെ നമുക്കിപ്പോൾ വിൻഡോ ഡോർ പാർഷ്യലി ഓപ്പൺ ആണ്. ഇതിൽ നമുക്ക് ഡോർ ഓപ്പൺ ആയിരിക്കുന്ന ആംഗിൾസ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും അവിടെ വാളുണ്ട്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ട്രിം ടൂൾ എടുക്കുക. ട്രിം ടൂൾ എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് ട്രിം ടൂൾ എടുത്ത് എൻ്റർ ചെയ്തിട്ട് അത് അത്രയും കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി മാറ്റുക. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഡോറിൻ്റെ ആ ഒരു വിട്ടും വോളിൻ്റെ നമ്മൾ കൊടുത്ത വോളിൻ്റെ വിട്ടും മാച്ചാത്ത സ്ഥിതിക്ക് നമ്മൾ ഡോറിന് ലൈൻ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി കൊടുക്കണം. നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണുമ്പോൾ എൻഡ് പോയിൻ്റൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനെ പറയുന്നത് ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നാണ്. അതായത് ഇവിടെ വരുന്ന ഈ ഒരു സംഭവമാണ് ഒബ്ജക്റ്റ് സ്നാപ്പ്. അതായത് എൻഡ് പോയിൻ്റ്, ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. എൻഡ് പോയിൻ്റ്, സെൻറ്റർ, ക്വാഡ്രൻറ്റ്, ഈ പോയിൻ്റുകളൊക്കെ നമുക്ക് പോയിൻറ്റ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഒബ്ജക്റ്റ് സ്നാപ്പ്. ഇപ്പോൾ ഈ പോയിന്റിൽ നിന്നാണ് നമുക്കടുത്ത് നമ്മുടെ വോള് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് 1 മീറ്റർ. ഓക്കെ, അത് പിന്നെ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്തായാലും ഇപ്പോൾ ഡോറൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒബ്ജക്റ്റ് നമ്മുടെ ലൈൻ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് വേണം വയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഡോറെല്ലാം ഒന്ന് ചെയ്യാണ്.
എനിക്ക് വേണ്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ കൊടുക്കേണ്ടുന്ന രീതിയിൽ ഞാൻ ഡോറ് എല്ലാം റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ ഡോറിൻ്റെ ഫേസ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യണം. ഓപ്പൺ ചെയ്യുന്ന ഡയറക്ഷൻ സെറ്റ് ചെയ്തു. ഇവിടെ ഓക്കെ ആണ്. ഇവിടെ ഡയറക്ഷൻസ് ഇതിനെല്ലാം ഞാൻ കറക്റ്റായിട്ട് മൂവ് ചെയ്യണം. മൂവ് ചെയ്യാൻ മൂവ് ടൂളാണ്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് മൂവ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മൂവ് ചെയ്ത് എവിടെ വയ്ക്കേണ്ട രീതിയിൽ മൂവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ലൈൻ വരച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇവിടെ ലൈൻ വരച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ലൈൻ ടൂൾ എടുത്തു. എക്സ്റ്റെൻഡ് ചെയ്യേണ്ട പോർഷൻസ് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ടൂൾ എടുത്ത് നമ്മൾ ഡ്രോയിങ് ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോയിങ് നമ്മുടെ ആ ടൂളിൻ്റെ ഇത് നമ്മുടെ കഴ്സറിലെന്നങ്ങ് പോകും. അപ്പോൾ ജസ്റ്റ് നമ്മൾ തൊട്ട് മുന്നേ എടുത്ത് എസ്കേപ്പ് ചെയ്ത് ചെയ്യുന്നത് കമാൻഡ് ക്യാൻസൽ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത കമാൻഡ് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ ചെയ്താൽ തന്നെ നമുക്ക് നമ്മൾ തൊട്ട് മുന്നേ യൂസ് ചെയ്ത കമാൻഡ് നമ്മുടെ പോയിൻ്ററിൽ അവൈലബിൾ ആയിട്ട് വരും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഡോറുകളെല്ലാം കറക്റ്റ് 90 ഡിഗ്രി ഓപ്പൺ ചെയ്ത് വയ്ക്കാനാണ് പോകുന്നത്. ജസ്റ്റ് ആരോ ക്ലിക്ക് ചെയ്ത് 90 ഡിഗ്രി കൊടുക്കുക. ഇപ്പം എന്താണ് 90 ഡിഗ്രി ഓപ്പൺ ആയിട്ട് വരും. ഇനി എനിക്ക് ട്രിം ചെയ്യേണ്ടുന്ന ഭാഗങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് ട്രിം ചെയ്യുന്നു. ട്രിം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ഡോറ് ട്രിം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡോറ് 90 ഡിഗ്രി ഓപ്പൺ ആക്കിയതിന് ശേഷം മാത്രം ട്രിം ചെയ്യുക. ഓക്കെ, ട്രിം എടുത്തു, എൻ്റർ ചെയ്തു, ദെൻ ട്രിം ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എവിടെയൊക്കെയാണ് ഡോറ് വരേണ്ടത് അവിടെയൊക്കെ ഡോറ് ഞാൻ ഫിക്സ് ചെയ്തു. ഇനി അടുത്ത് വിൻഡോ ആണ് എനിക്ക് ഫിക്സ് ചെയ്യാനുള്ളത്. ഇതിലിപ്പോൾ 3 ടൈപ്പ് വിൻഡോ വരുന്നുണ്ട്. 1.5 by 1.5, 1 by 1.5, 1.5 by 1.35. ഇതിൽ ഹൈറ്റൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. വിഡ്ത്ത് വൈസ് നോക്കുമ്പോൾ നമുക്ക് സെയിം വിഡ്ത്ത് വരുന്ന 2 എണ്ണം ഉണ്ട്. ഓക്കെ, W3യും KW3ൻ്റെയും വിഡ്ത്ത് സെയിം ആണ്, 1.5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിൻഡോ, അത് നമ്മൾ വിൻഡോ മെട്രിക് തന്നെയാണ്. വിൻഡോ ടൂൾ പാലറ്റ്സിൽ നിന്ന് വിൻഡോ മെട്രിക് എടുക്കുന്നു. അപ്പോൾ വിൻഡോ മെട്രിക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു എൻഡ് പോയിന്റിലാണ് നമ്മുടെ ടൂൾ അത് സെലക്ട് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ നമുക്കതിൻ്റെ ബേസ് പോയിന്റ് മാറ്റണം. എനിക്ക് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് പോയിൻ്റർ തരണം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് എവിടെയെങ്കിലും ഒരിടത്ത് വരിക. സോ വിൻഡോ എടുത്തിട്ട് വർക്ക് സ്പേസിലോട്ട് പോയിൻ്റർ കൊണ്ടുവരിക, എന്നിട്ട് ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിൻഡോ എപ്പോഴും വോളിൻ്റെ വരുന്ന വോളിൻ്റെ എക്സാക്ട് സെൻറ്ററിലായിട്ടായിരിക്കും വിൻഡോ വരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ എക്സാക്ട് സെൻറ്റർ പോയിന്റ് വേണം. അതിൻ്റെ എക്സാക്ട് പോയിന്റ് ഒബ്ജക്റ്റ് സ്നാപ്പ് യൂസ് ചെയ്തിട്ട് ട്രാക്കിംഗ് ഉപയോഗിച്ചിട്ട് എനിക്ക് വേണ്ടുന്ന പോയിന്റ് ഞാൻ എടുത്തു. ഇനി ഇത് എവിടെയൊക്കെയാണോ കൊടുക്കേണ്ടതെന്ന് ആ പോയിന്റുകളിൽ കൊടുക്കുക. ഓക്കെ, അടുത്ത് ഈ പോയിന്റ് ഇതാണ് നമ്മുടെ വോളിൻ്റെ എക്സാക്ട് സെൻറ്റർ. ആ പോയിന്റ് ഞാൻ ട്രാക്ക് ചെയ്ത് ഇവിടെ ഞാൻ എന്ത് ചെയ്തു,
പ്ലേസ് ചെയ്തപ്പോൾ നമ്മൾ ഡോറിനെ ഫേസ് ചെയ്ത അതേ പ്രശ്നം, വോള് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മുകളിലോട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് എന്താണ് 0.2 ഓപ്ഷൻ വരുന്നുണ്ട്, 0.2 ഓപ്ഷൻ വരുന്നില്ല. പുതിയ ഓട്ടോകാഡ് വെർഷൻസിലൊക്കെ 0.2 അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 0.9 ആണ്. ഇപ്പോൾ നമുക്ക് വേണ്ടത് 1.5 ആണ്. 1.5 സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ എക്സാക്ട് സെൻറ്റർ പോയിന്റ് ട്രാക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന വിട്ട് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം. വിൻഡോ ചെയ്യുന്ന എങ്ങനെയാണെന്ന്. വിൻഡോ എടുക്കുന്നു, ഇവിടെ സ്കെയിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 1 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1.5 കൊടുത്ത് സ്കെയിൽ ചെയ്യാം. ബേസ് പോയിന്റ് സെലക്ട് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് നമ്മൾ ചെയ്യാണ്. എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ വലിയൊരു ലെങ്തിൽ നമുക്ക് അവിടെ എന്താണ് വിൻഡോ വന്നു. ലെങ്ത് പക്ഷെ എന്താണ് വന്നിട്ടില്ല. അതായത് അപ്പോൾ ഇത് ജസ്റ്റ് വിൻഡോ നമ്മൾ സെലക്ട് ചെയ്ത് ഇതിലുള്ള വിൻഡോ നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്തിൻ്റെ ഓപ്ഷൻസ് ഒന്നും നമുക്കിതില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ശ്രമം നമുക്ക് അവസാനിപ്പിക്കാം. ഇതിലുള്ള വിൻഡോ യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഇവിടെ ഇമ്പീരിയലിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇമ്പീരിയലിലും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ആ ടൂൾ പാലറ്റിൽ വിൻഡോ ഒഴിവാക്കാം. അല്ലാതെ നമുക്ക് എങ്ങനെ വിൻഡോ വരയ്ക്കാമെന്നുള്ളത് നോക്കാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ലൈൻ എടുക്കുക. നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമുക്ക് വാൾ തിക്നെസ് കൊടുക്കുക. ആ ഒരു ലൈൻ കൊടുക്കുക. എനിക്കിപ്പോൾ 0.2 ആണ് വാൾ തിക്നെസ്. ഞാൻ 0.2ൻ്റെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ലൈന് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ ലൈനിൻ്റെ എൻഡ് അതാണ് ഞാൻ വീണ്ടും എൻ്റർ ചെയ്തു. എന്നിട്ട് ഞാൻ ഒരിക്കൽ കൂടെ എൻ്റർ ചെയ്യുമ്പോൾ ആ ലൈൻ വീണ്ടും ആക്ടിവേറ്റ് ആവും. ഇപ്പോൾ വരച്ച ലൈൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് വിൻഡോയുടെ വിട്ട് കൊടുക്കുക. 1.5 ആണ് എനിക്ക് വേണ്ടുന്ന വിട്ട്. ആ 1.5 ഞാൻ കൊടുത്ത് എൻ്റർ ചെയ്തു. എന്നിട്ട് എന്താണ്, ഞാൻ വീണ്ടും എൻ്റർ ചെയ്തു. അപ്പോൾ ആ കമാൻഡ് അവിടെ നിന്ന് ക്യാൻസലായി. ഇതേ ലൈൻ ഇതേ രീതിയിൽ ഇതേ ലെവലിൽ ഇവിടെ വരണം. ഞാൻ എന്ത് ചെയ്തു, ഈ ലൈൻ സെലക്ട് ചെയ്തു, കോപ്പി ടൂൾ എടുത്തു. ബേസ് പോയിന്റ് ചോദിക്കുന്ന സമയത്ത് ഈ ഹൊറിസോണ്ടൽ ലൈൻ്റെ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുന്നു. അതേപോലെ ഇപ്പുറത്തെ എൻഡിൽ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻഡ് പോയിന്റ് കറക്റ്റായിട്ട് വരും. ഓക്കെ, നമ്മുടെ സെലക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പോയിന്റ്സ് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത്രയായപ്പോൾ 1.5 മീറ്ററിൻ്റെ വിൻഡോ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒബ്ജക്റ്റ് സ്നാപ്പ് ഉപയോഗിച്ചിട്ട് പോയിന്റ്സ് ട്രാക്ക് ചെയ്തു, കറക്റ്റായിട്ട് വിൻഡോ പ്ലേസ് ചെയ്തു. അടുത്ത് ഇതേ സൈസിലുള്ള വിൻഡോസാണ് എനിക്ക് ഇവിടെയും മറ്റ് രണ്ട് സ്ഥലത്ത് കൊടുക്കാനുള്ളൂ. അപ്പോൾ ഇതേ വിൻഡോ ഞാൻ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ടൂൾ പാലറ്റ്സ് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ടൂൾ പാലറ്റ്സ് ക്ലോസ് ചെയ്യണം. ഇതേ വിൻഡോ ഞാൻ കോപ്പി എടുക്കുകയാണ്. കോപ്പി എടുത്തു, ജസ്റ്റ് മാറ്റി പ്ലേസ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഈ വിൻഡോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഇവിടെ വരുന്ന വിൻഡോസ് 2 വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് വരുന്നത്, ബാക്കി എല്ലാ വിൻഡോസും.
അപ്പോൾ ഞാൻ അതിനെ റൊട്ടേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് എൻ്റെ പോയിൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് വെച്ച് ഞാൻ കോപ്പി ചെയ്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ കോപ്പി നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ കോപ്പി ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ മൾട്ടിപ്പിൾ കോപ്പീസ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് കോപ്പി ചെയ്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത് ഇവിടെയാണ് എനിക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ട്രാക്കിംഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പം എനിക്ക് ഒറ്റ ഇത് മതിയല്ലോ. എക്സ്ട്രാ ഉള്ള വിൻഡോസ് എല്ലാം ഞാൻ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യേണ്ട വിൻഡോ ഞാൻ കോപ്പി ചെയ്ത് മൂവ് ചെയ്ത് എനിക്ക് വേണ്ടുന്ന കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവയ്ക്കുകയാണ്. എനിക്ക് വേണ്ടുന്ന ബേസ് പോയിന്റ് ഞാൻ ക്ലിക്ക് ചെയ്തു, കറക്റ്റായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്തു. ദെൻ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്, 100 സെൻറ്റിമീറ്റർ, അതായത് 1 മീറ്ററിൻ്റെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ വോൾ തിക്നെസ് 0.2 കൊടുത്തു, എൻ്റർ ചെയ്തു. വീണ്ടും ലൈൻ എടുത്തു, അതിൻ്റെ സെൻറ്റർ പോയിന്റ് മിഡ് പോയിന്റ് ട്രാക്ക് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് 1 കൊടുത്തു. ദെൻ വീണ്ടും എൻ്റർ ചെയ്തു, ഒരിക്കൽ കൂടെ എൻ്റർ ചെയ്യുക, ഓക്കെ, എസ്കേപ്പ് ചെയ്യുക. അതിന് ശേഷം കോപ്പി ടൂൾ എടുത്ത് എനിക്ക് വേണ്ടുന്ന ലൈൻ സെലക്ട് ചെയ്തു, ബേസ് പോയിന്റ് സെലക്ട് ചെയ്തു. ദെൻ എക്സാക്റ്റായിട്ട് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് ആ സ്ഥലത്ത് കോപ്പി ചെയ്ത് വെച്ചു. ദെൻ ഇപ്പോൾ അവിടെ ഒരു വിൻഡോ ആയിട്ടുണ്ട്. അതിനെ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എക്സാക്റ്റായിട്ട് ബേസ് പോയിന്റ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തു, കൊടുക്കേണ്ടുന്ന സ്ഥലത്ത് എക്സാക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോർസായി വിൻഡോസായി. ഇനി നമ്മുടെ പ്ലാനിൽ നമുക്ക് കൊടുക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് പ്ലിന്ത് കൊടുക്കണം. പ്ലിന്ത് കൊടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഈ വോളിൻ്റെ ഔട്ടർ വരുന്ന ഈ ലൈൻസ് സെലക്ട് ചെയ്യുക. ഔട്ടർ വരുന്ന ലൈൻസുകളെല്ലാം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതെല്ലാം ജോയിൻ ചെയ്യുക. ജോയിൻ കമാൻഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻഡിവിജ്വലായിട്ട് കിടക്കുന്ന, സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന എലമെൻറ്റ്സ്, ലൈൻസിനെ എല്ലാം ഒരൊറ്റ ലൈനാക്കാൻ വേണ്ടിയിട്ടാണ് ജോയിൻ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഏതൊക്കെയാണോ ജോയിൻ ചെയ്യാനുള്ളത് ആ ലൈൻസ് ഫുള്ള് ഫസ്റ്റ് ജോയിൻ ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കമാൻഡ് ബോക്സിൽ വന്നിട്ട് ജോയിൻ എന്ന് ടൈപ്പ് ചെയ്യുക. ജോയിൻ ജസ്റ്റ് JO ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ജോയിൻ ഓപ്ഷൻ വരും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ഒരു നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നിന്ന ഒറ്റ ലൈൻ, സെപ്പറേറ്റ് ആയിട്ട് നിന്ന ഡിവൈഡായി കിടന്ന ലൈൻസ് എല്ലാം കൂടെ ഇപ്പോൾ ഒരൊറ്റ ലൈനായിട്ട് മാറിയിട്ടുണ്ട്, കണ്ടോ? ഇനി പ്ലിന്ത് കൊടുക്കാൻ വളരെ സിമ്പിളാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്ലിന്ത് കൊടുക്കാൻ വളരെ സിമ്പിളാണ്. ഓഫ്സെറ്റ് എടുക്കുക. പ്ലിന്ത് വരുന്നത് വോളിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ മാറിയാണ്, അതായത് 0.1. നമ്മൾ നോർമലി കൊടുക്കുന്ന വാല്യൂസ് ആണ് കേട്ടോ ഇപ്പോൾ ഈ പറയുന്നത്. 0.1 ഒക്കെ 0.1 കൊടുത്തു. വോളിൽ എന്നാണ് 0.1. അപ്പോൾ വോളിൻ്റെ സർഫസ് ക്ലിക്ക് ചെയ്തു മുകളിലോട്ട് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് കൊടുക്കാനുള്ളത് സൺഷെയ്ഡാണ്. സൺഷെയ്ഡും ജസ്റ്റ് ഡബിൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ജസ്റ്റ് 0.6 എൻ്റർ ചെയ്യുക. വോളിലെന്നാണ് 0.6 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് സൺഷെയ്ഡ് വരുന്നത്. പ്ലിന്തിലെന്നാണെങ്കിൽ 50 സെൻറ്റിമീറ്റർ. നമ്മളിപ്പോൾ വോളിലെന്ന് വെച്ചിട്ട് ഓഫ്സെറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ 0.6 കൊടുത്ത് എൻ്റർ ചെയ്തു. അതിനുശേഷം വോളിൽ ആ ലൈൻ ക്ലിക്ക് ചെയ്തു, പുറത്തോട്ട് 0.6 കൊടുത്തു.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്താണ് ക്ലോസ് ആയിട്ടില്ല. അവിടെ നമുക്ക് ക്ലോസ് ആക്കണം. അവിടെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് എക്സ്റ്റെൻഡ് ടൂൾ എടുക്കുക, എൻ്റർ ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട പ്ലിന്തും സൺഷെയ്ഡും അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സൺഷെയ്ഡ് വരുന്നത് എപ്പോഴും നമ്മൾ ഡോട്ടഡ് ലൈനായിട്ടായിരിക്കും കാണിക്കേണ്ടത്. ഇപ്പോൾ നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ലൈനാണ്. ഡോട്ടഡ് ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കമാൻഡിൽ 3 സ്റ്റെപ്പ് നമ്മൾ കൃത്യമായിട്ടും ചെയ്യുക. അതായത് ജസ്റ്റ് ആദ്യം കമാൻഡ് ബോക്സിൽ വരിക. കമാൻഡ് ബോക്സിൽ വന്നിട്ട് ലൈൻ ടൈപ്പ്, ഇപ്പോൾ ലൈൻ എൻ്ററായി. ഇപ്പോൾ ലൈൻ ടൈപ്പ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് ഓപ്ഷൻ വരുന്നുണ്ട്. ആ ലൈൻ ടൈപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലൈൻ ടൈപ്പ് മാനേജർ ഡയലോഗ് ബോക്സ് വരും. അതിൽ ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് ISO ഓട്ടോകാഡിൻ്റെ കുറച്ച് ലൈൻസ് വരും. ഇവിടെ നമ്മൾ സൺഷെയ്ഡിന് കൊടുക്കുന്നത് ഹിഡൻ എന്ന് പറഞ്ഞ് വരുന്ന ലൈനാണ് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഈ ഹിഡൻ എന്ന് പറയുന്ന ലൈനാണ് നമ്മൾ സൺഷെയ്ഡിന് കൊടുക്കാനുള്ളത്. അപ്പോൾ ഹിഡൻ ലൈൻ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ലൈൻ ടൈപ്പ് മാനേജറിൽ ഹിഡൻ, അതായത് നമ്മളിപ്പോൾ ഉള്ള ഡോട്ടഡ് ലൈൻ വന്നു, അത് വീണ്ടും സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഏതാണോ നമ്മുടെ ഈ ഭാഗത്തേക്ക് ആ ലൈൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ പ്രോപ്പർട്ടീസ് ടാബിൽ ആ ലൈൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആ ലൈൻ മാനേജറിൽ ചെന്ന് ലോഡ് ചെയ്തത്. ഇനി നമുക്കിതിന് ഇതിന് ഡോട്ടഡ് ലൈൻ ആക്കണം. അതിന് ലൈൻ സെലക്ട് ചെയ്യുക, പൈ ലെയർ എന്നുള്ളത് മാറ്റി ഹിഡൻ കൊടുക്കുന്ന സമയത്ത് ആ ലൈൻ എന്താ ഡോട്ടഡ് ലൈനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് അനോട്ടേഷനാണ്. ഡയമെൻഷൻസ് മാർക്ക് ചെയ്യണം, അതുപോലെ നെയിമിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഇവിടെ ഉണ്ട്. മൾട്ടി ലൈൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എവിടെയാണ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കോർണർ കാണിക്കാൻ സ്പെസിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ എവിടെയാണോ വരേണ്ടത് ആ പോർഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് അവിടെ വരും. ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ ഇപ്പോൾ ലീവിങ് റൂമാണ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ലീവിങ് റൂം എന്ന് കൊടുത്തു. അതിന് താഴെ തന്നെ അതിൻ്റെ സൈസും എൻ്റർ ചെയ്യുന്നു. ഇതിൻ്റെ ലെന്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുക. ഇവിടെ ക്ലോസ് ടെക്സ്റ്റ് എഡിറ്റർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്താലും മതി. വീണ്ടും ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു, വരയ്ക്കുന്നു. അവിടെ എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത്, കിച്ചനാണ്, റൂം സൈസ് കൊടുക്കുന്നു. ലെന്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നു. അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഓക്കെ,
ഒന്നെങ്കിൽ കൺട്രോൾ ക്ലോസ് ടെക്സ്റ്റ് എഡിറ്റർ അല്ലെങ്കിൽ കൺട്രോൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ടെക്സ്റ്റ് എഡിറ്റർ വിൻഡോ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇവിടെ സൈസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ വിൻഡോ വീണ്ടും വരും, നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണോ എഡിറ്റ് ചെയ്യാനുള്ളത് അതിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എഡിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സിറ്റ് അവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും അതുപോലെ സിറ്റ് ഔട്ട് എന്ന് എൻ്റർ ചെയ്യുക. സൈസ് കൊടുക്കുക 3.2 by 1.5. ഓക്കെ, സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്ത് അതിനുശേഷം കൺട്രോൾ എൻ്റർ കൊടുക്കുന്ന സമയത്ത് ആ ടെക്സ്റ്റ് എഡിറ്റർ അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ഫുള്ള് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്ക് എന്താണ് ഡയമെൻഷൻസ് ആഡ് ചെയ്യണം. ഡയമെൻഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നമ്മുടെ അനോട്ടേറ്റ് ടാബിലോട്ട് പോകുന്നു. അനോട്ടേറ്റ് ടാബിൽ പോയതിന് ശേഷം ഇത് ഇവിടെ ഡയമെൻഷന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ സെക്ഷൻ്റെ റൈറ്റ് ബോട്ടം കോർണറിൽ ഒരു ചെറിയൊരു ആരോ വരുന്നുണ്ട്. ആ ആരോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയമെൻഷൻ സ്റ്റൈൽ മാനേജർ എന്ന് പറയുന്ന ഒരു വിൻഡോ വരും. അതിൽ മോഡിഫൈ ചെയ്യുക, അതായത് നമുക്ക് ഡയമെൻഷൻ ചെയ്യേണ്ട ആ ഒരു കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ജസ്റ്റ് പ്രിവ്യൂ ഒക്കെ വരുന്നുണ്ട്. ഇതിലിപ്പോൾ എക്സ്റ്റൻഷൻ ലൈനൊക്കെ നമ്മുടെ സർഫസുമായിട്ട് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് വരുന്നത്. ആ ഒരു ഫീലൊക്കെ എന്താണ് കുറച്ച് ബോറിങ് ഫീലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഫിക്സഡ് എന്താണ് ലെന്ത്, എക്സ്റ്റൻഷൻ ലെന്ത് ആ ടിക്ക് എനേബിൾ ചെയ്യുക. ഓഫ്സെറ്റ് ഫ്രം ഒറിജിനും ലെന്ത് സെയിം ആയിട്ട് കൊടുക്കുക. ഓക്കെ, അത് സെയിം ആയിട്ട് കൊടുത്തതിന് ശേഷം സിമ്പിൾസ് ആൻഡ് ആരോസ് അടുത്ത ടാബ് ലൈൻസിൽ നമുക്കവിടെ എന്താണ് ഓക്കെ. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു എറർ പറ്റി. അപ്പോൾ ജസ്റ്റ് സേവ് ചെയ്യാതിരുന്നാൽ മതി, ആ എറർ സേവ് ആകത്തില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് സേവ് കൊടുത്തു. അപ്പോൾ ഓൾറെഡി കറക്റ്റാണ്, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഫിക്സഡ് ലെന്ത് എക്സ്റ്റൻഷൻ ലൈൻ കൊടുക്കുക. അത്രയും മാത്രം നമ്മളവിടെ ചെയ്താൽ മതി. അവിടെ വേറെ വാല്യൂസ് ഒന്നും മാറ്റം വരുത്താൻ നിൽക്കണ്ട. ഓക്കെ, അതിനുശേഷം സിമ്പിൾസ് ആൻഡ് ആരോസ് ടേബിലോട്ട് പോവുക. അവിടെ ആരോ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അവിടെയും നമുക്കൊന്നും തന്നെ ചെയ്യാനില്ല. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡയമെൻഷൻ്റെ അവിടെ ആ ഹെഡ് വരുന്നത് ആരോ ഹെഡ് മാറ്റാനോ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ടിക്കോ ഒബ്ലിക്കോ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ആരോ ഹെഡ് ആയതുകൊണ്ട് ആരോ ഹെഡ് തന്നെ കൊടുത്തു. ക്ലോസ്ഡ് ഫീൽഡ് ആരോ ഹെഡാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ടെക്സ്റ്റ് ബോക്സിലോട്ട് വരും. അപ്പോൾ അവിടെ ടെക്സ്റ്റ് ഹൈറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബിറ്റ് വരുമ്പോഴത്തേനും എന്താണ് ആൾവേസ് ബിറ്റ്വീൻ എക്സ്റ്റൻഷൻ ലൈൻ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ദെൻ പ്രൈമറി യൂണിറ്റ്സ് വന്നിട്ട് 0 ഒറ്റ 0യിൽ നിർത്താൻ ശ്രമിക്കുക. ഒറ്റ 0 0.00 അത്രയിൽ നിർത്തുക. കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ സ്കെയിൽ ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ സ്കെയിൽ ഫാക്ടറൊക്കെ കൊടുത്ത് നമുക്ക് സ്കെയിൽ ചെയ്ത് ഡയമെൻഷൻ സ്കെയിൽ ചെയ്ത് എക്സാക്ട് ഡയമെൻഷൻ കാണിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ നമുക്ക് കൊടുക്കേണ്ടുന്ന ഡയമെൻഷനിൽ തന്നെയാണ് നമ്മൾ ഡ്രോയിങ് വരച്ചത്, സ്കെയിൽ ചെയ്തിട്ടൊന്നുമല്ല വരച്ചത്. ഈ ഓപ്ഷൻ നമുക്ക് ബാധകമല്ല, നമ്മളവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. ആൾട്ടർനേറ്റീവ് യൂണിറ്റ്സ്, ടോളറൻസ് അതൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ലൈൻസിൽ ഇവിടെ ജസ്റ്റ് ഒരു ടിക്ക് കൊടുത്തു.
അത് മാത്രമേ നമ്മളവിടെ ചെയ്തുള്ളൂ. ദെൻ ഓക്കെ, ദെൻ ക്ലോസ്. എന്നിട്ട് ഇവിടെ ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൂൾസ് ഉണ്ട്. എന്താണ്? ഡയമെൻഷൻ ഉണ്ട്, ലീനിയർ ഉണ്ട്, ക്വിക്ക് ഡയമെൻഷൻ ഉണ്ട്, കണ്ടിന്യൂ ഉണ്ട്. ഇപ്പോൾ ഡയമെൻഷൻ, ഇപ്പം ഞാൻ ആദ്യമൊക്കെ ഡയമെൻഷൻസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡയമെൻഷൻ ടൂളാണ് ഡയമെൻഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ക്വിക്ക് ഡയമെൻഷനാണ്. ക്വിക്കായിട്ട് നമുക്ക് ഡയമെൻഷൻ കിട്ടും. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ക്വിക്ക് ഡയമെൻഷൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ക്വിക്ക് ഡയമെൻഷൻ ഉപയോഗിച്ച് ഡയമെൻഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ക്വിക്ക് ഡയമെൻഷൻസ് എടുത്തു. എനിക്ക് ഏതൊക്കെ ലൈൻസിനിടയിൽ വരുന്ന ഡിസ്റ്റൻസ് ആണ് ആവശ്യം, അപ്പോൾ ആ ലൈൻസ് എല്ലാം ഞാൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഡയമെൻഷൻ എടുത്തു. ഈ സൈഡ് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഇവിടുത്തെ ഔട്ടർ സർഫസിൻ്റെ ലെന്ത് വേണം, ഇതിൻ്റെ ലെന്ത് വേണം. സോറി, അത് പ്ലിന്താണ് നമ്മൾ. അപ്പോൾ എനിക്ക് വേണ്ടുന്ന ഇത് മുതൽ ഇതുവരെയുള്ള ഡയമെൻഷൻ എനിക്ക് വേണം. ഓക്കെ, അതുപോലെ ഇത് തൊട്ട് ഇതുവരെയുള്ള ഡയമെൻഷനും വേണം, അത് മുതൽ ഇതുവരെയുള്ള ഡയമെൻഷനും വേണം. അപ്പോൾ ഓൾറെഡി ജോയിൻ ആയത് വെച്ചുകൊണ്ട് അത് ഒറ്റ ക്ലിക്കിൽ സെലക്ട് ആയി. അപ്പോൾ എനിക്ക് വേണ്ടുന്ന പോയിൻറ്റ്സിൽ കണക്ട് ചെയ്ത് വരുന്ന ലൈൻസ് ഞാൻ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡയമെൻഷൻ്റെ ആവശ്യമായിട്ടുള്ള അതെന്താണ് അവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, ഇവിടെ ഇപ്പോൾ കണ്ടോ എക്സ്റ്റെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും മോഡിഫൈയിൽ പോകുന്നു. ഈ എക്സ്റ്റെൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കോപ്പി ചെയ്തിട്ട് ആ ലെന്തിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുത്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഡയമെൻഷൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ആരോ ക്ലിക്ക് ചെയ്യുക, മോഡിഫൈ പോവുക, ലൈൻ ടാബിൽ പിക്ക് എനേബിൾ ചെയ്യുക, എക്സ്റ്റെൻഡ് ബിയോണ്ട് ലൈൻസ് എന്ന് ഡയമെൻഷൻ ലൈൻ എന്ന് പറയുന്ന ആ അതേ വാല്യൂ കോപ്പി ചെയ്ത് ലെന്തിൽ കൊടുക്കുക. ദെൻ ഓക്കെ, ദെൻ ക്ലോസ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ സൈഡ് ആവശ്യമായിട്ടുള്ള ലെന്തുകളെല്ലാം നമുക്ക് കിട്ടി. അതുപോലെ ഈ സൈഡ് ആവശ്യമായിട്ട് വരുന്ന പോയിൻറ്റ്സുകൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ എൻ്റർ ചെയ്യുക. റൈറ്റ് സൈഡിലോട്ടാണ് ഡയമെൻഷൻ വരാനുള്ളത്, റൈറ്റ് സൈഡിൽ ഡയമെൻഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ താഴെ വന്നത് ഒബ്ജക്റ്റ്, താഴത്തെ ഒബ്ജക്റ്റ് സ്നാപ്പ് ഓണായി കിടന്നു. ആ താഴത്തെ പോയിന്റ് ട്രാക്കായത് കാരണമാണ് ആ താഴോട്ട് വന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള പോയിന്റുകളൊന്നും ട്രാക്കായി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയമെൻഷൻ കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയമെൻഷൻസ് ഒറ്റ ക്ലിക്കിൽ കിട്ടി. ഓക്കെ, ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ നമ്മളെന്താണ് ആ നമുക്ക് തന്നിരുന്ന ആ ഒരു പ്ലാൻ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഒരു 2D പ്ലാൻ നമ്മൾ ഓട്ടോകാഡിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഓട്ടോകാഡ് യൂസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ യുണീക്കായിട്ടുള്ള വേസിൽ വരയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ വരയ്ക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ വരച്ച് വരുമ്പോൾ ഇതിനെക്കാട്ടിലും ബെറ്ററായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു 2D പ്ലാൻ ഓട്ടോകാഡിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പോൾ ഇനി അടുത്ത്
ഇപ്പോൾ ഈ വരച്ച ഡ്രോയിങ് എനിക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓട്ടോകാഡിൻ്റെ ഈ ഐക്കൺ വരുന്ന ജസ്റ്റ് പുട്ട് ഓൺ ചെയ്യുക, സേവ് കൊടുക്കുക. എവിടെയാണോ സേവ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. ആ ഡെസ്ക്ടോപ്പിൽ ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് പേര് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഡ്രോയിങ് 1 ഡ്രോയിങ് 2 എന്ന് പറഞ്ഞിട്ട് ഓട്ടോകാഡ് സേവ് ഫയൽ നെയിം സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡ്രോയിങ് 1 എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അത് ഞാൻ സേവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡ്രോയിങ് വരയ്ക്കുന്നത്. ഒരു ഡ്രോയിങ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. വളരെ സിമ്പിളാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. യൂണിറ്റ്, ലിമിറ്റ്സ്, സൂം, ഇത് 3 സെറ്റ് ചെയ്യുക. എന്നിട്ട് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് കമാൻഡ്സ് മനസ്സിലാക്കുക. അതൊക്കെ വെച്ചും കൊണ്ട് ജസ്റ്റ് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. വരച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓട്ടോകാഡ് വരച്ച് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല ഓട്ടോകാഡിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇപ്പോൾ പ്ലാൻ നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് എലിവേഷൻ ഉണ്ട്, സെക്ഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ 3D മോഡലിംഗ്. ഇപ്പോൾ 3D മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നാളെ നമുക്ക് എന്തായാലും 3D മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇന്നത്തെ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്നും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.